എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ജയന്തിക്ക് നമുക്ക് എങ്ങനെ ഒരു ആശംസാ പ്രസംഗം നടത്താമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ശ്രീനാരായണ ഗുരു ജയന്തിക്ക് ഒരു ആശംസാ പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ പറയാനെ കൊണ്ട് വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിക്കണം. ആശംസ അറിയിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രസംഗം തുടങ്ങാനെ കൊണ്ട് വേണ്ടി ഗുരുദേവൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രസംഗം തുടങ്ങാനെ കൊണ്ട് വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതായ വാക്കുകൾ, അതുപോലെ അദ്ദേഹം നടത്തിയതായ പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രസംഗം കൊണ്ട് എത്രമാത്രം അർത്ഥവത്താകുന്നു ജീവിതത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം നൽകിയ വാക്കുകൾ, വചനങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് പറയാനെ കൊണ്ട് മറക്കരുത്. ശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് വേണം പ്രസംഗം അവസാനിപ്പിക്കാനെ കൊണ്ട് വേണ്ടി. ഒരാശംസ പ്രസംഗമാകുമ്പോൾ 3 മുതൽ 5 മിനിറ്റ് വരെ സമയം ഉണ്ടാകത്തുള്ളൂ. ആ 5 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കണം. മറക്കരുത്. ഒരു നല്ല പ്രസംഗം കാഴ്ചവെച്ച് വേണം നമ്മൾ വേദിയിൽ നിന്ന് പോരാനെ കൊണ്ട് വേണ്ടി.